എല്ലാ പ്രിയപ്പെട്ടവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം. ഞാൻ ഐശ്വര്യ. ഞാൻ എഴുതിയ നീലാംബരി എന്ന നോവൽ അധ്യായം 20 തുടരുന്നു. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നൽ. തൻ്റെ മകൾ അപകടത്തിലാണെന്ന് മനസ്സ് പറയുന്നു. കുറുപ്പ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ഭൃത്യരിൽ 4 പേരെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം മകളുടെ അരികിൽ വന്നു. വാതിൽ ചാരിയിട്ടിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കട്ടിലിൽ ചാരിയിരിക്കുകയാണ് നീലാംബരി. കടുത്ത ആലോചനയിലാണ്. ചാരിയ വാതിൽ തുറന്ന് അച്ഛൻ അടുത്തെത്തിയത് അവൾ അറിഞ്ഞതേയില്ല. അതീവ വാത്സല്യത്തോടെ അദ്ദേഹം മകളെ വിളിച്ചതും പെട്ടെന്ന് നീലാംബരി ഒരു ഞെട്ടലോടെ മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ടു. മോളെ, ധൈര്യമായിരിക്കണം. ഈ അച്ഛനല്ലേ വിവാഹം നിശ്ചയിച്ചത്. അത് ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. അദ്ദേഹം അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. താഴെ വരൂ, ഇവിടെ ആരും ഒന്നും അറിയേണ്ട. അച്ഛാ, അത് രേവതി, നീലാംബരി പറയാൻ തുടങ്ങി. ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മോൾ ധൈര്യമായിരിക്കണം. അച്ഛൻ വരാം. പറഞ്ഞതും അദ്ദേഹം ധൃതിയിൽ താഴേക്ക് പടിയിറങ്ങി. തൻ്റെ അച്ഛൻ എല്ലാം അറിഞ്ഞിരിക്കുന്നുവെന്ന് നീലാംബരിക്ക് മനസ്സിലായി. പാടത്തിൻ്റെ അരികിലുള്ള ആഞ്ഞിലിമരത്തിന് ചുവട്ടിൽ കുറുപ്പദ്ദേഹം ഏറെ നേരമായി ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. നേരം സന്ധ്യയായി. ആരോ ദൂരെ നിന്നും ധൃതിയിൽ വരുന്നുണ്ട്. വന്നയാൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നു. എന്തൊക്കെയോ സ്വകാര്യമായി അദ്ദേഹത്തോട് അയാൾ പറഞ്ഞു. കേട്ടതും അദ്ദേഹം അമ്പരന്നു പോയി. ഉടൻ തന്നെ മറ്റു 3 പേരും എത്തിച്ചേർന്നു. പിന്നീട് എന്തൊക്കെയോ തീരുമാനങ്ങൾ അവർ എടുത്തു. പിന്നെ ഒട്ടും താമസിയാതെ തന്നെ നേരെ ഇരുട്ടിലൂടെ അവർ മുന്നോട്ട് കുതിച്ചു. മുറ്റത്തരികിൽ നിന്ന് കിളിഞ്ഞിലിൽ പടർന്നു കയറിയ കുറുമൊഴി മുല്ലയിൽ നിന്ന് മൊട്ടുകൾ ഇറുത്തെടുത്ത് പൂക്കൂടയിൽ ശേഖരിക്കുകയാണ് നീലാംബരി. പിന്നിൽ ആളനക്കം കണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ജയന്തനാണ്. നീലാംബരിയുടെ മുഖം ചുവന്നു തൊടുത്തു. ജയന്തൻ നീലാംബരിയുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. വിടർന്നു വരുന്ന കുറുമൊഴിമൊട്ടൊന്നെടുത്ത് അവൻ അവളുടെ നീണ്ടു ചുരുണ്ട മുടിയിൽ തിരുകി. നീലാംബരിയുടെ നീലമിഴികളിൽ നോക്കി നിൽക്കുവാൻ ജയന്തന് ഒരുപാട് ഇഷ്ടമാണ്. ജയന്തൻ്റെ പാട്ടുകളിൽ എന്നും അവൾ സ്വയം മറന്ന് നൃത്തം ചെയ്തിരുന്നു. നീലാംബരി അവനെന്തോ സംസാരിക്കുവാനായി അവളെ വിളിച്ചു. നീലാംബരി മുഖമുയർത്തി. അപ്പോഴാണ് തങ്ങളുടെ നേർക്ക് ആരോ ഓടി വരുന്നത് അവർ കണ്ടത്. പാടത്തെ പണിക്കാരനായ വേലുവിൻ്റെ മകൻ കുഞ്ചുവാണ് ഓടി വന്നത്. വന്നതും കരഞ്ഞുകൊണ്ടവൻ ജയന്തനോട് പറഞ്ഞു, അച്ഛൻ വീണു തമ്പ്ര, വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോകണം. വീട്ടിൽ ആരുമില്ല. വിളിച്ചിട്ട് അച്ഛൻ മിണ്ടുന്നില്ല. ഒന്ന് വരൂ തമ്പ്ര. അവൻ പൊട്ടിക്കരഞ്ഞു. നീലാംബരി, ഞാൻ പെട്ടെന്ന് വരാം. പറഞ്ഞതും ജയന്തൻ കുഞ്ചുവിനൊപ്പം പുറത്തേക്ക് ഓടി. പക്ഷേ അത്യാപത്തിലേക്കാണ് താൻ ഓടിച്ചെല്ലുന്നതെന്ന് ജയന്തൻ അറിഞ്ഞതേയില്ല.